തമിഴ് മലയാളം പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് ലക്ഷ്മി മേനോൻ. മലയാളത്തിൽ വളരെ ചുരുക്കം ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും മലയാളികൾക്ക് ലക്ഷ്മി മേനോൻ എന്ന നടി പ്രിയങ്കരിയായിരുന്നു. രഘുവിന്റെ സ്വന്തം റസ്യ എന്ന 2011 റിലീസ് ചെയ്ത ചിത്രത്തിലെ സഹനടിയായാണ് അരങ്ങേറ്റം. അതിനുശേഷം 2012 സുന്ദര പാണ്ഡ്യൻ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി. അങ്ങനെ അതിനുശേഷം ഇറങ്ങിയ ചില തമിഴ് ചിത്രങ്ങൾ വാണിജ്യ വിജയമായിരുന്നു. പിന്നീട് ലക്ഷ്മി മേനോന് അനവധി സിനിമകൾ മലയാളത്തിലും തമിഴിലുമായൊക്കെ ലഭിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് വേതാളം. അജിത്തിന്റെ സഹോദരിയായി അല്ലെങ്കിൽ സഹോദര തുല്യം ആയ ഒരു വേഷം കൈകാര്യം ചെയ്ത ലക്ഷ്മി മേനോനെ തമിഴ് പ്രേക്ഷകർ വളരെ പ്രിയത്തോടെ ഏറ്റെടുക്കുകയുണ്ടായി. മലയാളത്തിൽ ദിലീപിന്റെ നായികയായി അവതാരം എന്ന സിനിമയിൽ ലക്ഷ്മി മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടിക്ക് ലഭിക്കുകയുണ്ടായി. സുന്ദര പാണ്ഡ്യനിലെയും കുംകിയിലെയും അഭിനയത്തിലാണ് താരത്തിന് ഈ അവാർഡ് ലഭിച്ചത്. എന്നാൽ കുറെ നാളായി താരം സിനിമാ രംഗത്ത് സജീവമല്ല. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രമുഖി 2 എന്ന സിനിമയിലാണ് ലക്ഷ്മി മേനോനെ പ്രേക്ഷകർ കണ്ടത്. സ്കൂൾ പഠനം കാലം മുതൽ സിനിമാ രംഗത്തേക്ക് വന്ന നടിയാണ് ലക്ഷ്മി മേനോൻ. രഘുവിന്റെ സ്വന്തം റസ്യ എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിലാണ് ലക്ഷ്മി അഭിനയിച്ചത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ലക്ഷ്മി 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. നയൻതാര, അമല പോൾ തുടങ്ങിയ മലയാളി നടിമാർക്ക് ശേഷം തമിഴകത്ത് താരപദവി നേടുന്ന അടുത്ത നടിയായി ലക്ഷ്മി മേനോൻ മാറി. എന്നാൽ പിന്നീട് കൃത്യമായി പറഞ്ഞാൽ 2016 മുതൽ ലക്ഷ്മി മേനോൻ സിനിമയിൽ നിന്ന് അകന്നു തുടങ്ങി. ഒരർത്ഥത്തിൽ വേഷങ്ങളുടെ ആവർത്തന വിരസത കാരണമാണ് താൻ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്ന് ലക്ഷ്മി മേനോൻ പറഞ്ഞു. പിന്നീട് താരം പഠനത്തിൽ ശ്രദ്ധ കൊടുത്തു. ഇടവേളയ്ക്ക് ശേഷം നല്ല അവസരങ്ങളൊന്നും ലക്ഷ്മി മേനോനെ തേടി വന്നില്ല. അനവധി ചിത്രങ്ങളിൽ ഗ്രാമീണ പെൺകുട്ടിയായി അഭിനയിച്ച താരത്തിന് ആ വേഷം ശരിക്കും മടുത്തിട്ടാണ് സിനിമ വിട്ട് പോയതെന്നാണ് താരം അഭിമുഖങ്ങളിൽ പറഞ്ഞത്. സുന്ദര പാണ്ഡ്യൻ, കൊമ്പൻ, പാണ്ഡ്യനാട് തുടങ്ങിയ സിനിമകളിലെല്ലാം ലക്ഷ്മി മേനോന് ലഭിച്ചത് ഒരേ ലുക്കിലുള്ള കഥാപാത്രങ്ങളാണ്. വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനുള്ള അവസരം ലക്ഷ്മി മേനോന് ഉണ്ടായില്ല. ലൈം ലൈറ്റിൽ സജീവമായി നിൽക്കാനുള്ള ശ്രമങ്ങളും ലക്ഷ്മി മേനോന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. PR വർക്കുകളും ഫോട്ടോഷൂട്ടുകളും ഇന്ന് നടിമാർക്ക് അനിവാര്യമാണ്. എന്നാൽ ലക്ഷ്മി മേനോൻ ഇതിനോടൊന്നും വലിയ താല്പര്യം കാണിച്ചില്ല. സിനിമാ രംഗത്ത് മുൻനിര സ്ഥാനം പോയതിൽ നടിക്ക് നിരാശയില്ലെന്നും അഭിമുഖങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ അങ്ങനെ ഒക്കെ ജീവിച്ചു പോയ താരം പിന്നീട് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയത് കൊച്ചിയിൽ IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതിയായതോടെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി മേനോനും സുഹൃത്തുക്കളും കാർ തടഞ്ഞ് ബഹളം വെക്കുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാറിൽ നിന്ന് യുവാവിനെ വലിച്ചിറക്കി മറ്റൊരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതി. ഓഗസ്റ്റ് 24 രാത്രിയാണ് സംഭവം നടന്നത്. ലക്ഷ്മി മേനോൻ ഒളിവിലായെന്നാണ് വിവരം. എന്നാൽ താരത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞതായും പിന്നീട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഈ കേസിൽ 3ാം പ്രതിയാണ് ലക്ഷ്മി മേനോൻ. ഇപ്പോൾ എറണാകുളം സ്വദേശിയായ ലക്ഷ്മി ഒളിവിലായിരുന്നു. കൂട്ടുപ്രതികളായ പറവൂർ വെടിമറ സ്വദേശി മിഥുൻ, ഗോതുരുത്ത് സ്വദേശി അനീഷ്, കുട്ടനാട് സ്വദേശിനി സോന എന്നിവരെ ചൊവ്വാഴ്ച തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നടി ലക്ഷ്മി മേനോനും ഒപ്പമുണ്ടായിരുന്നതായി അറിഞ്ഞത്. പരാതിക്കാരൻ നൽകിയ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന 2 സ്ത്രീകളിൽ ഒരാൾ ലക്ഷ്മി മേനോനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കാറിലിരിക്കുന്ന യുവാവിനോട് സോന എന്ന യുവതി തർക്കിക്കുന്നതും നടി ലക്ഷ്മി വാഹനം തടയുന്നതും ദൃശ്യത്തിലുണ്ട്. ആലുവ സ്വദേശി അലിയാർ ഷായാണ് ഞായറാഴ്ച രാത്രി നടി ഉൾപ്പെട്ട 4-അംഗ സംഘം കടത്തിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി കൊടുത്തത്. ബാറിൽ വെച്ച് അലിയാർ ഷായും കൂട്ടുകാരും ഉൾപ്പെടുന്ന സംഘം നടി അടക്കമുള്ള പ്രതികളുമായി തർക്കമുണ്ടായി. പിന്നീട് അലിയാർ ഷാ ബാറിൽ നിന്ന് മടങ്ങും വഴി നടിയും സംഘവും പിന്തുടർന്ന് എറണാകുളം നോർത്ത് പാലത്തിനടുത്ത് വച്ച് തടഞ്ഞു നിർത്തി. പിന്നീട് കാറിൽ നിന്ന് വലിച്ചിറക്കി യുവാവിനെ കടത്തിക്കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിച്ചെന്നാണ് പരാതി. പറവൂർ വഴി ആലപ്പുഴയ്ക്ക് പോയ സംഘം പരാതിക്കാരനെ പറവൂർ കവലയിൽ ഇറക്കിവിട്ടു. തിങ്കളാഴ്ച യുവാവ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെത്തി പരാതി നൽകുമ്പോഴാണ് സംഭവം പോലീസ് അറിയുന്നത്. കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മിഥുനെയും അനീഷിനെയും സോനയെയും അറസ്റ്റ് ചെയ്തത്. എന്നാൽ ലക്ഷ്മി മേനോന്റെ ചില ബന്ധങ്ങൾ ദുരൂഹമാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷ്മി മേനോന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊട്ടേഷൻ ടീം അംഗവും സ്വർണം തട്ടിയെടുക്കൽ കേസിലെ പ്രതിയുമൊക്കെയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.